പിണറായിന്റെ വാക്ക് കേട്ട് പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കേരളത്തിൽ പെൻഷൻ വാങ്ങാൻ പോകുന്നില്ല. സുഹീത്തിനെ തല്ലിയ പോലീസുകാരിനി യൂണിഫോം അണിഞ്ഞാൽ അവരുടെ മുട്ടുകാല് തല്ലി ഒടിക്കാൻ ത്രാണിയുള്ള കുട്ടികളാണ് ഇന്നിവിടെ ഈ മാർച്ചിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇപ്പോ സാധാരണ രീതിയിൽ ചില മര്യാദകളൊക്കെ ഇല്ലേ ജനാധിപത്യത്തിൽ? ഒരു മാർച്ച് നടത്തുമ്പോൾ അത് ഉദ്ഘാടനം കഴിയുന്നതിന് മുമ്പ് വെള്ളം ചീറ്റുന്ന ഏർപ്പാടാണോ? ഇവിടെ കുടിവെള്ളത്തിന് ക്ഷാമമുള്ളപ്പോഴാണ് നിങ്ങൾ വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം ചീറ്റി ആ വെള്ളത്തിൽ മുങ്ങും നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനെ ഞാൻ പറയുന്നുള്ളൂ. ഇതിന്റെ നിയമസഭയിൽ ഇന്ത്യൻ ഹിസ്റ്ററി പറയാൻ നിൽക്കുക. കസ്റ്റഡി മരണങ്ങളെ കുറിച്ച് അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോ റഷ്യൻ വിപ്ലവം, മുത്തങ്ങ സംഭവം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നടന്ന സംഭവ വികാസങ്ങൾ, ഇതൊക്കെ ഏത് കൊച്ചുകുട്ടിക്ക് അറിയാം? ഇതല്ല ചോദിച്ചു, ഇപ്പോഴത്തെ കാര്യമാണ് ചോദിച്ചത്. നമ്മുടെ കുട്ടികളെ കയ്യാൻ വെച്ചതിന് എന്താ മറുപടി? നമ്മുടെ കുട്ടികളെ തല്ലി ചാദിക്കുന്നത് എന്താ മറുപടി? ഇതിന്റെ കുറെ അതുപോലെ എല്ലാ രംഗവും തകർന്നു. എല്ലാ ദിവസവും അടിയന്തര പ്രമേയമാണ്. മിനിഞ്ഞാന്ന കസ്റ്റഡി മരണങ്ങളെ കുറിച്ച് അടിയന്തര പ്രമേയം. ഇന്നലെ ആരോഗ്യ രംഗത്ത് ഉള്ള സംഭവ വികാസങ്ങൾ, പേഷ്യൻസ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ആശുപത്രിയിലും പോലീസ് സ്റ്റേഷനിലും ഏതാണ്ട് ഒരേ അവസ്ഥയാണ്. സർക്കാർ ആശുപത്രിയിൽ ചെന്നാലും രണ്ടു കാലിൽ നടക്കുന്നതിന് മൂക്കിൽ പഞ്ഞിയായിട്ട് വരും. പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഇത് തന്നെയാണ് അവസ്ഥ. അതാണ് ഇന്നലത്തെ അടിയന്തര പ്രമേയം. ഇന്ന് വിലക്കയറ്റം ഇനി വരികയാണ്. ഓരോ ദിവസം അടിയന്തര പ്രമേയം. ഈ അടിയന്തര പ്രമേയം അവസാനം പിണറായി സർക്കാരിന്റെ അടിയന്തരമായി അത് മാറും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോ ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ള ഗമയിൽ എന്തും ചെയ്യാന്ന് കരുതണ്ട. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു, നിങ്ങൾ എത്ര കേസ് ചാർജ് ചെയ്താലും, നിങ്ങൾ എത്ര വെള്ളം ചീറ്റിയാലും, നിങ്ങൾ എത്ര ടിയർ ഗ്യാസ് പൊട്ടിച്ചാലും അതുകൊണ്ട് ഭയപ്പെടുന്നവരല്ല കേരളത്തിലെ KSUവിന്റെ കുട്ടികൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കേസുകൾ ഞങ്ങൾക്ക് പുല്ലുവിലയാണ്. നിങ്ങളുടെ കേസും പഴഞ്ചാക്കും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. അതുകൊണ്ട് ഈ മാതിരി അഭ്യാസങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ചുണയുള്ള കുട്ടികൾ ഈ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾക്ക് വൈകാതെ ബോധ്യമാവും. അതുകൊണ്ട് ഈ സമരത്തിന് തല്ലിച്ചതയ്ക്കാൻ നോക്കുന്ന, വെള്ളം ചീറ്റി ഓടിക്കാൻ നോക്കുന്ന കശ്മലന്മാർക്കെതിരെ നിങ്ങൾ നടത്തിയ ഈ ഐതിഹാസികമായ മാർച്ച് നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്യുന്നു. ഈ സമരം, അന്തിമ സമരം, ഇതിന്റെ വിജയം നിങ്ങൾക്കായിരിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു. ജയ് ഭാരത്, ജയ് കോൺഗ്രസ്.